ശിഷ്യൻ കൂടിയായ ശ്രീ എം ശ്രീകൃഷ്ണൻ തയ്യാറാക്കിയ രാമചന്ദ്രൻ്റെ കാവ്യലോകത്തിലൂടെ എന്ന് പറയുന്ന പഠന ഗ്രന്ഥമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഇത്തരമൊരു ശ്ലാഘനീയമായ ശ്രമത്തിന് നേതൃത്വം നൽകുകയും ആ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം പൂർണ്ണയെ ഏൽപ്പിക്കുകയും ചെയ്ത ഗ്രന്ഥകാരനുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. അശ്വന്മാർക്ക് അവരോട് മുമ്പിൽ ആചരിപ്പിക്കുന്നത് അശ്വന്മാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ രാമേന്ദ്രൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ആ രാമേന്ദ്രൻ എന്ന കവിയുടെ വ്യക്തിയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും പൂർണ്ണമായി തന്നെ ആവാഹിച്ച ഒരു വ്യക്തി കൂടിയാണ് അശ്വന്മാർ. വളരെ നിശബ്ദമായി പ്രവർത്തിക്കുകയും എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് വിപുലമായി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കലാജീവിതമാണ് അശ്വന്മാരുടെ. ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം നിരീക്ഷണം അദ്ദേഹത്തിനായിരുന്നു. ആ രാമചന്ദ്രൻ എന്ന കവിയെ ഏത് രീതിയിലാണ് പരിചയപ്പെടുത്തേണ്ടത് ഞാൻ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ വളരെ വ്യക്തമായ ഭാഷയിൽ ഇവിടെ അശ്വന്മാഷ് ആ രാമേന്ദ്രനെ അതിനെ പരിചയപ്പെടുത്തുകയാണ്. രാമുഖത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന വാചകങ്ങൾ അത് വളരെ ശ്രദ്ധേയമായ വാചകങ്ങളാണ്. അശാന്തിയുടെയും അനാഥത്വത്തിൻ്റെയും ലാവണ്യ വർണ്ണങ്ങൾ തേടി നന്മയുടെ സങ്കല്പനങ്ങളും നൈർമല്യാനുഭൂതിയും പിന്തുടർന്നു വിശ്വാസത്തിനോ അവിശ്വാസത്തിനോ പ്രസക്തിയില്ലാതെ മലയാള കവിതയുടെ മധ്യരേഖയിലൂടെ നിജശൂന്യതയുടെ പൂർണ്ണ കാമനയിലേക്ക് ഏകനും മൂകനുമായി സഞ്ചരിച്ച കൃഷഗാത്രനായ ആ വലിയ മനുഷ്യനെ അനുധാവനം ചെയ്തപ്പോഴുണ്ടായ സാഫല്യമാണ് ഈ ചെറു പുസ്തകം. ഈ അന്ധകാരത്തിലെ നിശബ്ദതയിൽ നിൻ കരളിലെ ശ്യാമവർണ്ണമാം ദുഃഖത്തിൻ്റെ സത്യം എന്നെ ചുടുമിയ കാന്തതയിൽ നിഴലിക്കേ വിശ്വനായക നിന്നെ ഞാൻ അറിയുന്നേ. ഇങ്ങനെ ഒരു ദിവസം നാം ആരെയെങ്കിലും ഓർമ്മിക്കാനോ ആഘോഷിക്കാനോ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ആർ രാമേന്ദ്രനെയോ പൂന്താനത്തിനെയോ ഒക്കെ ആകാം എന്നാണ് അതിൻ്റെ ഏത് അഗാധമായ ദുഃഖത്തെയും അറിയുവാനുള്ള ഒരു ത്രാണി ആണ് ആർ രാമേന്ദ്രൻ. നേരത്തെ വലിയ ദേശീയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ 7 ദിവസങ്ങളോളം നമ്മൾ ബിസ്മില്ലാ ഖാൻ്റെ അല്ലെങ്കിൽ ചൗരസ്യയുടെ ഒക്കെ സംഗീതം കേൾക്കുന്നത്. അതുപോലെ അതിന് കാരണവും ഒരു പക്ഷേ ആത്മാവിൻ്റെ ഒരു നിറവ് ആ ഗായകന്മാരിൽ ഉണ്ടായിരുന്നതാകാം. ആർ രാമേന്ദ്രൻ അങ്ങനെയൊരു കവി ആണ്. അദ്ദേഹത്തിന് ഈ ദുരന്തങ്ങളൊക്കെ മനസ്സിലായി. ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് ഇങ്ങനെ ആവിഷ്കരിച്ച, ചിന്തിച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ കനം കുറയും. അങ്ങനെയുള്ള ഒരു കവിയാണ് ശ്രീ ആർ രാമചന്ദ്രൻ. ഒരുപക്ഷെ ആർ രാമേന്ദ്രനെ കുറിച്ച് ഞാൻ വായിച്ച ഏറ്റവും സൂക്ഷ്മമായ ഒരു പഠനമെന്നോ കവിതയെന്നോ ഒക്കെ പറയാവുന്ന ഒന്ന് വായിച്ചുകൊണ്ട് തുടരാം. ഗുരു എന്നാണ് ആ കവിതയുടെ പേര്. ആറ്റൂർ രവിവർമ്മ എഴുതിയതാണ്. ശിഷ്യനാണ്. പല അർത്ഥത്തിലും
രൂപമാണ് കവിത എന്ന ധാരണ പങ്കിടുന്ന രണ്ടുപേർ എന്ന വലിയ അർത്ഥത്തിലും ആർ രാമചന്ദ്രനും ആറ്റൂർ രവിവർമ്മനും രണ്ടുപേർക്കും പ്രശസ്തി ഇഷ്ടമല്ല. ഇൻവിസിബിളായി കഴിയുക ഒരു വലിയ ഇഷ്ടമാണ് താനും. ആരെങ്കിലും സ്തുതിക്കുന്നത് ഇഷ്ടമല്ല, ആരെങ്കിലും നിന്ദിച്ചാൽ വിരോധമൊന്നുമില്ല. എന്നാലും അതിനോടും വലിയ ചായ്വൊന്നും ഇല്ല. ധരിക്കപ്പെടാനോ തെറ്റിദ്ധരിക്കപ്പെടാനോ സവിശേഷമായ മോഹമില്ല. അങ്ങനെയുള്ള രണ്ടുപേർ. അതിൽ ആറ്റൂർ ഇങ്ങനെ എഴുതുന്നുണ്ട്: ഒരു പൂമരം താങ്കൾ ചില്ലമേലിരുന്ന് ഞാൻ ചിലച്ചു, പല വിഡ്ഢിത്തങ്ങളും ചിരിച്ചു നിന്നതേയുള്ളൂ താങ്കൾ, പിന്നെയും ചൂണ്ടി വാനിൽ പൊങ്ങുവാനൊരു ചില്ല, പറഞ്ഞും തർക്കിച്ചും പല നേരം ഇരുന്നിട്ടും എനിക്കോർമ്മയിലൊന്നും കഴിക്കുന്നതായി എൻ കാതിൽ. എൻ ഇരുട്ടുകൾ വീഴ്ത്തും മിന്നൽ കമ്പുപോൽ താങ്കൾ, എൻ ഇരുട്ടുകൾ വീഴ്ത്തും മിന്നൽ കമ്പുപോൽ താങ്കൾ, നഗരമിരമ്പുമ്പോൾ സംഗീതപ്പുഴക്കരെ നടന്നും മേളക്കുന്നുകൾ കയറിയും നടകളിൽ രസിച്ചും തീർത്ഥാടകനായി താങ്കൾ, ചെറുപ്പക്കാരുടെ ചൊല്ലാട്ടക്കളിയിൽ പുതുമുദ്രകൾ കാട്ടി ഏറ്റവും പുതിയ യുവാക്കളുടെ കവിതകൾ ഉൾക്കൊള്ളിച്ച് അദ്ദേഹം പുതുമുദ്രകൾ എന്ന കാവ്യം എഴുതി. രൂപങ്ങൾ പോലെ താങ്കൾ വരച്ച വരികൾ നിശബ്ദമായി ഉറ്റുനോക്കുമ്പോൾ പൊഴിയും കാലത്തിൻ മന്ത്രസ്ഥായിയായ കാത്. നത്തിങ് ഈസ് റിയൽ എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥം. ഒന്നിനും അർത്ഥമില്ലാന്ന് തന്നെ ഒരർത്ഥം. രണ്ടാമത് അതിനെ അർത്ഥമുള്ളൂ എന്ന്. നത്തിങ് ഈസ് റിയൽ, നത്തിങ് ഈസ് റിയൽ. ഇതായിരുന്നു ആർ രാമചന്ദ്രന്റെ ദർശനം. ഈ രണ്ടർത്ഥങ്ങൾ. ഒരു സൂഫി കഥയുണ്ട്. ഒരാള് രാജസദസ്സിലേക്ക് കയറി വരുന്നു. അങ്ങനെ രാജസദസ്സിലേക്ക് കയറി വന്നിട്ട് മുൻപിലുള്ള ഒരു ഇരിപ്പിടത്തിലിരിക്കുന്നു. രാജാവ് ചെറിയ അസ്വസ്ഥതയോടുകൂടി അയാളോട് ചോദിക്കുന്നു, ആരാണ് താങ്കൾ? ആർ യു എ മിനിസ്റ്റർ? നോ, ഐ എം ബിയോണ്ട് ദാറ്റ്. അപ്പോൾ രാജാവ് വീണ്ടും ചോദിക്കുന്നു, ആർ യു കിങ്? നോ, ഐ ആം ബിയോണ്ട് ദാറ്റ്. അപ്പോൾ ഈ രാജാവിന് കോപം വരികയും അദ്ദേഹം പറഞ്ഞു, നത്തിങ് ഈസ് ബിയോണ്ട് മീ. അപ്പോൾ അയാൾ പറഞ്ഞു, ഐ ആം ദാറ്റ് നത്തിങ്. ആ നത്തിങ്ങിനെ കുറിച്ചാണ് നാം പറയുന്നത്. പൂജ്യം എന്ന് പറയുന്ന വാക്ക് ഗ്രീസുകാരിൽ നിന്ന് അവർ പലതും കണ്ടെത്തിയെങ്കിലും പൂജ്യം കണ്ടെത്തി. അത് ഈ ഭാരതത്തിനാണ് കണ്ടെത്താൻ ഭാഗ്യം. പൂജ്യം ഇതുപോലെ തന്നെ പൂജനീയമാണ് പൂജ്യം. അതോ ഏറ്റവും നിസ്സാരമാണ് സീറോ. അപ്പൊ അതിന് ഈ പൂജ്യം എന്ന് പേര് കൊടുത്ത ആളുടെ മനക്കോയ്മ ഏതോ അർത്ഥത്തിൽ ആർ രാമചന്ദ്രന് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ. ശ്രീഹർഷന്റെ ഈ പുസ്തകം വളരെ ഭയപ്പാടോടുകൂടിയാണ് ശ്രീഹർഷൻ ചെയ്തത് എന്നെനിക്ക് ഉറപ്പാണ്. ഇതൊരു നൂൽപ്പാലമാണ് ആർ രാമചന്ദ്രനെ കുറിച്ച്. അയാളുടെ പേര് തന്നെ ആർ രാമചന്ദ്രൻ. അപ്പോൾ ഈ ആർ രാമചന്ദ്രനെ കുറിച്ച് എഴുതുക എന്ന് പറയുന്നത് എളുപ്പമുണ്ട്. അത് പലരും അതിന് മുതിരാത്തതും ഈ എളുപ്പമില്ലായ്മ തന്നെയാണ്. ഏതോ വിധത്തിൽ നൈസർഗികമായ ഒരു നിഷ്കളങ്കത അനുഭവിച്ച ഒരാൾക്കല്ലാതെ ആർ രാമചന്ദ്രനുമായി സംവദിക്കാൻ സാധ്യമാണ്. അങ്ങനെയുള്ള ഒരാൾ. അപ്പോൾ അയാളെക്കുറിച്ച് എങ്ങനെ എഴുതും? അപ്പോൾ ശ്രീഹർഷൻ എഴുതണോ എഴുതണ്ടയോ, ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞ് വല്ലാതെ കുഴങ്ങിയ ശേഷമായിരിക്കാം വളരെ വിനയത്തോടുകൂടി ഒരു ഘട്ടത്തിലും
തൻ്റെ ഒരാധിപത്യം ഇല്ലാത്ത വിധത്തിൽ ഒരു കൃതി എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ എന്തുകൊണ്ടാണ്? ഈ വിമർശനങ്ങളിലൂടെ മാത്രമേ കല മുന്നോട്ട് പോകുന്നു. ഞാൻ ആ ലേഖനം എഴുതാൻ കാരണം ഖസാക്കിൻ്റെ ഇതിഹാസം പോലെ ഒരു അത്ഭുത കൃതി മലയാളത്തിൽ ഉണ്ടായിട്ടും എന്തിനും നിങ്ങൾ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് അവാർഡ് കൊടുത്തു എന്നാണ് ഞാൻ ചോദിച്ചത്. അതിലെനിക്ക് ഇന്നും മാറ്റമൊന്നുമില്ല. എന്തൊരു അത്ഭുത രൂപശില്പമാണ് ഒഴിയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നത്. അതാകട്ടെ എൻ്റെ അതേ അഭിപ്രായം പങ്കിട്ട ഒരാളാണ് ആർ രാമചന്ദ്രൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ഇഷ്ടമാണ്. അവിടെ രാമചന്ദ്രനും ഒഴിയനും തമ്മിലുള്ള ഒരു സാമ്യത്തെക്കുറിച്ച് ശ്രീഹർഷൻ്റെ ലേഖനത്തിൽ ഈശ്വര ഒന്നും അറിയരുത് എന്ന് വേദനയുടെ അങ്ങേയറ്റം വരെ ചെല്ലുന്ന ഒരു എഴുത്തുകാരനാണ് ഒഴി വിജയൻ എന്ന് പറയുന്ന. ഒരേ സ്ഥാപനത്തിൽ പഠിപ്പിച്ചു. കുട്ടികൾ കൂടി വിളിക്കും. വിജയൻ ക്ലാസ്സിൽ വന്നാൽ ഒരക്ഷരം പഠിപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് പക്ഷികളുടെ ശബ്ദം പോലെയുള്ള ഒരു ചിലപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുട്ടികളൊക്കെ പരിഹസിച്ചോടി അദ്ദേഹം ഒരു രാജിവെച്ച് ഈ പരിഹാസം സഹിക്ക വയ്യാതെ പോയ ഒരാളാണ്. അങ്ങനെ ഡൽഹിയിലെത്തിച്ചേർന്നതാണ്. അവിടെ വെച്ച് അദ്ദേഹം ചെയ്ത ഒരു കുസൃതിയെക്കുറിച്ച് ആലോചിച്ചാൽ നിങ്ങൾ ചിന്തിക്കും. എന്താ കുസൃതി? ഈ കോളേജിനോടുമൊക്കെ വലിയ വിരോധമാണ്. അപ്പോൾ എഴുതിയിരിക്കുക ഇംഗ്ലണ്ടിൻ്റെ ഒരു കത്തയക്കുക, ഒരു കവറിൽ കത്ത് അഡ്രസ് പ്രിൻസിപ്പാൾ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഓപ്പോസിറ്റ് ഓഫ് കൃഷ്ണ ഇൻഡസ്ട്രീസ്. ആകെ ഒരാളിനെ അതെ ഒരാളോ മറ്റോ ജോലിക്കുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഓപ്പോസിറ്റിലുള്ള കോളേജിൻ്റെ പ്രിൻസിപ്പാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അതിസൂക്ഷ്മമായിട്ടുള്ള നർമ്മമൊക്കെ ഉണ്ടായി. അതിലൊക്കെ വലിയ വേദനയുണ്ടായി. അതിൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഇവിടെ പറയാവുന്ന ഒരു കാര്യമുള്ളത്, അപ്പുക്കിളിയെ 2 കൊല്ലത്തോളം പഠിപ്പിച്ചിട്ടും ബാക്കി എല്ലാവരും പഠിച്ചു. അപ്പുക്കിളി ഇങ്ങനെ വട്ടം വരയ്ക്കാൻ മാത്രമാണ് പഠിച്ചു. അപ്പോൾ മാധവൻ നായർ രവിയോട് ചോദിക്കുന്നുണ്ട്, ഒരക്ഷരം പഠിച്ചാൽ പോരെ? അപ്പോൾ രവി പറയുന്നത് പോരാട്ടല്ല എന്ന അർത്ഥത്തിൽ. ഈ ഇത്രയും അക്ഷരങ്ങൾ പഠിപ്പിക്കണമെന്നൊക്കെയല്ലേ പുതിയ പാഠപുസ്തകങ്ങൾ പറയുന്നു. വാസ്തവത്തിൽ ഒരക്ഷരം എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാതെ നിങ്ങൾ എത്ര അക്ഷരം പഠിച്ചാലും നിങ്ങൾക്കത് ആ ഭാഷയിലേക്ക് കടക്കാൻ സാധ്യമല്ല. ഒരു ഭാഷയിലേക്കും കടക്കാൻ സാധ്യമല്ല. എന്താണ് ഈ അക്ഷരം എന്ന കൺസെപ്റ്റ്? അത്ര പ്രധാനമാണ് എന്നർത്ഥം. എന്തൊക്കെയോ പാരറ്റിംഗ് ആണ് നമ്മുടെ പഠനങ്ങളിൽ. അക്ഷരം പഠിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ അത്തരം ഇതിപ്പോൾ മലയാളത്തിൽ ഒരുപാട് കവികളുണ്ടെങ്കിലും OV വിജയനെ പോലെ പദധ്യാനം ചെയ്ത ഒരു കവി വേറെയില്ല. വൈലോപ്പിള്ളിയോ ഇടശ്ശേരിയോ കുമാരനാശാനോ ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഓരോ വാക്കും ഇങ്ങനെ ധ്യാനിച്ചെഴുതിയ ഒരു എഴുത്തുകാരൻ, കവി വേറെയില്ല. ഞാൻ വാസ്തവത്തിൽ കവിത പഠിച്ചത് ആശാനിന്നോ വള്ളത്തോളിൽ നിന്നോ ഒന്നുമല്ല. അവരെ പിന്നീടാണ് വായിച്ചത്. മേജർ രാധാകൃഷ്ണനിൽ നിന്നും OV വിജയനിൽ നിന്നും അങ്ങനെ വിസ്മയകരമായ വാക്യങ്ങൾ എഴുതുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൽ നിന്നും ഒക്കെയാണ് കാവ്യം എന്താണ് എന്ന് മനസ്സിലാക്കി പിന്നീടാണ് മറ്റ് കവികളിലേക്കൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ എന്താണ് ഈ വിധത്തിലുള്ള സൂക്ഷ്മമായ പദധ്യാനമുള്ള മറ്റൊരു അത്ഭുത മനുഷ്യനാണ് ആർ രാമചന്ദ്രൻ. ഓരോ വാക്കും ഒരു കവിതയിലെ വാക്കാണ്. ഇതൊരു ഗദ്യശകലമേ അല്ല. ഒരിടത്തും അത് ആയിക്കൂടാ എന്ന ബോധ്യവും അദ്ദേഹത്തിന്. എന്താ ഗദ്യം? ഗദ്യം പറയാവുന്നതിൻ്റെ ഭാഷയാണ് ഗദ്യം. എന്താ കവിത? പറഞ്ഞറിയിക്കാനാകാത്തതിൻ്റെ ഭാഷയാണ്. ആർ രാമചന്ദ്രൻ്റെ ഏത് കവിത വായിച്ചാലും നിങ്ങൾക്കത് ഉറപ്പാണ്. ഇതിങ്ങനെയല്ലാതെ ആവിഷ്കരിക്കാനാവുകയില്ല.
ഇത് മറ്റൊരു വിധത്തിലും ആവിഷ്കരിക്കാനാവുകയില്ല. അത്രമേൽ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു വലിയ അനുഭൂതിയുടെ ആവിഷ്കാരമാണ് അത് എപ്പോഴും. അതുകൊണ്ടാണ് അതിൽ ഏത് കാവ്യമെടുത്താലും നിങ്ങൾക്ക് ഇവിടെ കാവ്യങ്ങൾ ചൊല്ലുന്നുണ്ട്, വളരെ നന്നായിട്ട് ചൊല്ലുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് ഈ കവിത ഇങ്ങനെ എഴുതി ഇതുപോലെ വേദന അനുഭവിച്ച ഒരാൾക്കല്ലാതെ ഇത് എഴുതാനാവില്ല. ആ വേദന ഏത് ധാരണയിൽ നിന്ന് വന്നതാണ്? അത് ശ്രീബുദ്ധൻ്റെ തഥാഗത മന്ദസ്മിതം എന്ന് ആർ രാമചന്ദ്രൻ കുറിച്ച് വെച്ചിരിക്കുന്നു. എന്താ ശ്രീബുദ്ധൻ്റെ അത്ഭുതം? ശ്രീബുദ്ധൻ്റെ അത്ഭുതം മരണത്തെ കണ്ടു, അതിനു മുമ്പ് ജരയെ കണ്ടു, അതിനു മുമ്പ് രോഗത്തെ കണ്ടു. അപ്പോഴാണ് ഈശ്വര, മരണമല്ലേ ഈ ഭൂമിയിലെ ശാശ്വത സത്യം എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഓരോ മനുഷ്യനും മരിച്ചുകൊണ്ടിരിക്കുന്നവർ ആണ്. ഇനി എത്ര ദിവസമുണ്ട്, എത്ര മാസമുണ്ട്, എത്ര വർഷമുണ്ട് എന്ന് നിങ്ങൾക്കോ എനിക്കോ ഒരു കുഞ്ഞിന് പോലും പറയാൻ കഴിയുകയില്ല. എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അവബോധത്തെ ഉപാസിക്കുകയാണ് ബുദ്ധൻ. ഉപാസിക്കുന്നു ദുഃഖത്തെ ഞാൻ എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ ആ ഉപാസനയിലാണ് അയാൾ എൻലൈറ്റൻഡ് ആകുന്നത്. അങ്ങനെ എൻലൈറ്റൻഡ് ആയപ്പോൾ എങ്ങനെയാണ് എൻലൈറ്റൻഡ് ആയി തീർന്നത്? ഈ മരണബോധം ജീവിതാവബോധത്തിൻ്റെ അടിക്കല്ലായി മാറുകയും അങ്ങനെ മരണമുള്ളവനാണ് മനുഷ്യൻ എന്ന ബോധ്യത്തോടുകൂടി മനുഷ്യനും തമ്മിലുള്ള സംവാദം സാധ്യമാകുകയും ചെയ്യുമ്പോഴാണ് ബുദ്ധൻ്റേതുപോലുള്ള വചനങ്ങൾ സാധ്യമായി തീരുന്നത്. അങ്ങനെ ഉള്ള ഒരു ശ്രീബുദ്ധൻ വേദനയാണ് എന്നത് നരജീവിതമായ വേദന എന്നാണ് കുമാരനാശാൻ പറയുന്നത്. അങ്ങനെ വേദനയാണ് ഇത്. പക്ഷേ അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ വന്നിട്ട്, സുജാത വന്നിട്ട് നമ്മുടെ ബുദ്ധനോട്, എൻ്റെ മകൻ മരിച്ചുപോയി, എനിക്ക് സഹിക്കാനാകുന്നില്ല, അങ്ങൊരു ഉപായം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ, നീ മരിച്ചിട്ടില്ലാത്തവരുടെ വീടുകളിൽ പോയി കടുക് വാങ്ങിക്കൊണ്ടൊരു എന്ന് ബുദ്ധൻ പറഞ്ഞു. അവൾ ഓരോരോ വീടുകളിൽ ചെന്നപ്പോഴും അവിടെയൊക്കെ മരണം നടന്നിരിക്കുന്നു. മരണം നടക്കാത്ത ഒരു വീടുമില്ല. അവൾ മടങ്ങി വന്ന് ബുദ്ധനോട് ഞാൻ ആശ്വസ്തയായി എന്ന് പറയുന്നു. മരണം തന്നെയാണ് നമ്മളെ മരണത്തെ അതിജീവിക്കാൻ ശക്തരാക്കുന്നു. മരിച്ചവർ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്നാ ബൈബിളിൽ പറയുന്നു. അത് സംസ്കരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ശവശരീരങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ മനുഷ്യനാണ് മരിച്ചവനെ സംസ്കരിക്കട്ടെ. ഈ ദാർശനികത മരണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം. ഈ മരണത്തെക്കുറിച്ചുള്ള പടരും ഇരുൾ മാത്രം, ഒന്നുമില്ല. ഇന്നീ ദിവസം എഴുതപ്പെടേണ്ട വരികളെന്ന് UK നേരത്തെ പറഞ്ഞു. ഇന്നീ ദിവസമല്ല, ഇതിന് സമാനമായ ദിവസങ്ങളിലൊക്കെയും ഓർക്കപ്പെടാവുന്ന വരികൾ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഏതോ കാരണവശാൽ യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിക്കുന്നുണ്ട്, ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്നു, ചുറ്റുമുള്ളവരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും മരണമില്ലാത്തവരെ പോലെ സമാധാനത്തോടെയും സന്തുഷ്ടിയോടെയും മനുഷ്യൻ കഴിയുന്നു. എന്ത് അത്ഭുതമാണ്! അപ്പോൾ ആ ഒരു അത്ഭുതത്താൽ ചൂഴപ്പെട്ടവരാണ് ഭൂരിപക്ഷം മനുഷ്യരുമെങ്കിലും ആ അത്ഭുതമായിട്ടല്ല, സത്യമായി അറിയാവുന്ന ഒരാളായിരുന്നു ആർ രാമചന്ദ്രൻ. അദ്ദേഹം യാത്ര ചെയ്തു മഹാനുഭവങ്ങളുടെ മുമ്പിൽ ചെന്നു. ഒരു നറു കണ്ണാന്തളി മലർ പോൽ വിരിയുമി സാന്ധ്യമീ
നിശബ്ദതയിൽ പതികർ കാണാതെ കടന്നു പോകും പെരുവഴിത്തിരിവിലെ വിഗ്രഹം പോൽ മരുവുമെന്നാത്മാവു തന്നെ ആരോ ഗുരുമോദമാർന്നു വിളിച്ചിരുന്നു. പരിചിതമാണെനിക്കാ മധുരസ്വരം, അതിനുള്ളിൽ ഒളിച്ചിരിപ്പൂ അതിദൂര ശൈല ശൃംഗങ്ങളിൽ കേണലയും നിലാവിൻ കിനാവുകളും ഒളിയറ്റ വാനിന്നഘാതതയിൽ തെളിയും മിഴികൾ തൻ വേദനയും പറയാതെ പോയ വസന്തരാവിൻ സ്മരണയിൽ മുറ്റിന കണ്ണുനീരും. പരിചിതമാണെനിക്കാ മധുരസ്വരം, അതുൾക്കൊള്ളുക മൂലമല്ലോ വിജന കുഞ്ചങ്ങൾ പോൽ വീർപ്പിടുന്നു വിരഹാകുലങ്ങളായ ദിനങ്ങൾ. മറുപടി ചൊല്ലാൻ മടിച്ചു ദീനമിരുളിലെന്നാത്മാവൊളിച്ചിരിപ്പൂ. മറുപടി ചൊല്ലാൻ മടിച്ചു ദീനമിരുളിലെന്നാത്മാവ് ഒളിച്ചിരിപ്പൂ. അകലേക്ക് പാടി വെളിച്ചമേ നിന്നെ ശരിക്കു സാത്വിക കറുകയേകി ഞാൻ മെരുക്കുവാൻ നോക്കും മരിക്കുവോളും. വാസ്തവത്തിൽ തൻ്റെ നൈർമല്യം കൊണ്ട്, തൻ്റെ നിഷ്കളങ്കത കൊണ്ട്, തപശുദ്ധമായ മാനസികാവസ്ഥ കൊണ്ട് അപാരതയെയും അനന്തതയെയും ഏകാന്തതയെയും മൗനത്തെയും ഉപാസിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ കവിയായിരുന്നു രാമേന്ദ്രൻ മാഷ്. മാഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലെത്തിച്ചേരുന്നത് 2005 ഗുരുവായൂരപ്പൻ കോളേജിൽ ആ കുന്നിൻ ചെരുവിൽ ഇരുന്ന് അന്ന് പുതുതായി മലയാള വിഭാഗത്തിൽ നിയമിതരായ ഞങ്ങൾ 5 അധ്യാപകര് ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളുമായി ഇരുന്ന സന്ദർഭത്തിൽ രാമേന്ദ്രൻ മാഷിന്റെ പ്രിയ ശിഷ്യനായ പ്രകാശൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ സന്ദർഭത്തിൽ അതിവിടെ സൂചിപ്പിക്കുന്നത് ഉചിതമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 2005 കാലം. 10-20 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഗുരുവായൂരപ്പൻ കോളേജിൽ മലയാള വിഭാഗത്തിലേക്ക് അധ്യാപകരെത്തുന്നു. അവര് ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ ആലോചിക്കുന്നു ഒരു സന്ധ്യാനേരം. അപ്പൊ നാളിതുവരെ പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ചായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇനി ദീർഘമായൊരു അധ്യാപന ജീവിതം ആരംഭിക്കുകയാണ്. ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ KG ശങ്കരപ്പിള്ളയുടെ ക്ലാസ്സിനെ കുറിച്ച് സൂചിപ്പിച്ചു. മാഷ് കക്കാടിനെ സ്പർശിക്കുമ്പോൾ, മാഷ് പാശ്ചാത്യ സാഹിത്യ വിമർശനം പഠിപ്പിക്കുമ്പോൾ, മാഷ് അതിഗംഭീരമായി കേരള ചരിത്രത്തിൻ്റെ വിവിധ വശങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ, കവിതയിൽ പലപ്പോഴും കാൽപ്പനികതയോട് ശക്തമായി പ്രതിരോധിച്ച കവിയാണ് KG ശങ്കരപ്പിള്ള എന്ന് പലരും പറയാറുണ്ടെങ്കിലും അത് വാസ്തവമല്ലെങ്കിലും ക്ലാസ് മുറി ആകെ വലിയൊരു കാൽപ്പനിക ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശങ്കരപ്പിള്ള സാറിൻ്റെ സവിശേഷമായ സിദ്ധിയെക്കുറിച്ച് ഞാൻ കൂട്ടുകാരോട് സംസാരിച്ചു. അതിനുശേഷം മഹാരാജാസ് കോളേജിലെ MA ക്ലാസ്സിൽ ഹരിനാമകീർത്തനത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മുമ്പിൽ അവതരിച്ച പ്രാചീനനായ ഒരു ഋഷിയുടെ രൂപഭാവങ്ങളോടെ ഞങ്ങളെ സ്വാധീനിച്ച പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ സാറിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഈ സംസാരം നീണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന പ്രകാശൻ എന്നൊരു വിദ്യാർത്ഥി, പ്രകാശൻ എന്നൊരു അധ്യാപകൻ രാമേന്ദ്രൻ മാഷെ കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ ഇന്നും അത് മനസ്സിൽ ഓർക്കുകയാണ്. പ്രകാശൻ പറഞ്ഞത്, രാമേന്ദ്രൻ മാഷിന്റെ വലിപ്പം അറിയാനാവാതെ രാമേന്ദ്രൻ മാഷെ അളക്കാൻ ശ്രമിച്ച് അവസാനം പരാജയപ്പെട്ട തൻ്റെ ക്ലാസ്സിലെ താൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ കുറിച്ചായിരുന്നു.
നിങ്ങൾക്കറിയാം, രാമേന്ദ്രൻ മാഷ് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനായിരുന്നു. വൈകുന്നേരങ്ങളിൽ മാഷിനെ കാണാനും മാഷുമായി സംസാരിക്കാനും മാഷിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിക്കാനും ഒക്കെ വിദ്യാർത്ഥികൾ തളിയിലെ ആ വീട്ടിലെത്തുമായിരുന്നു. അതോടൊപ്പം മാഷ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ പ്രാദേശിക കേന്ദ്രത്തിൽ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഈ പ്രകാശന്റെ MA ക്ലാസ് ആ കുട്ടികളൊക്കെ ആധുനികതയുടെയും ഉത്തരാധുനികതയുടെയും ഒക്കെ മായാവലയത്തിലാണ്. അവർക്ക് നമ്മുടെ കവിതയോടും നമ്മുടെ പാരമ്പര്യത്തോടും നമ്മുടെ സംസ്കൃതിയോടുമൊക്കെ അവജ്ഞയോളം എത്തുന്ന നിലപാടാണുള്ളത്. അവരുടെ മനസ്സിൽ ദരിതയും ഫൂക്കോയും ചെറിയ ഈഗൽട്ടണും ഒക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ ക്ലാസ്സിലേക്കാണ് രാമേന്ദ്രൻ മാഷ് കടന്നു വരുന്നത്. മാഷെ കണ്ടിട്ടുള്ളവർക്കറിയാം, ലളിതമായ വസ്ത്രധാരണം, നെറ്റിയിൽ ഒരു ഭസ്മകുറി. ഒരു പക്ഷേ ക്ലാസ്സിൽ ഇരുന്നവർക്ക് തോന്നി ഏതോ ഒരു പഴയ ഭാവുകത്വം ഉൾക്കൊള്ളുന്ന ഒരു അധ്യാപകൻ, വൈശ്യതന്ത്രവും അല്ലെങ്കിൽ ഉണ്ണിയച്ചിയോ അങ്ങേയറ്റം പോയാൽ ഉള്ളൂരിൻ്റെ കവിതയോ മാത്രം പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു പഴഞ്ചൻ എന്ന നിലയിൽ മാഷെ ഒന്ന് പരിഹസിച്ച് വിടണം എന്ന താല്പര്യത്തോടെയാണ് ക്ലാസിൻ്റെ പൊതുചിന്ത. പിന്നെ മാഷ് ക്ലാസ്സിലെത്തി കുട്ടികളോട് ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങളെ പഠിപ്പിക്കേണ്ടത്, ഏത് വിഷയമാണ് പഠിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം മാഷെ ഒന്ന് താഴ്ത്തുക എന്ന താല്പര്യത്തോടെ ഈ പ്രകാശൻ മാഷോട് പറഞ്ഞു, മാഷെ നമുക്ക് ആഫ്രിക്കൻ കവിതകളെ കുറിച്ച് സംസാരിക്കാം, മാഷ് അതിനെക്കുറിച്ച് പറയൂ. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പ്രകാശൻ പറയുകയായിരുന്നു, മാഷ് ചെറുതായിട്ട് നെറ്റി ഇങ്ങനെ ഒന്ന് തലോടി. അതിനുശേഷം പാശ്ചാത്യ കവിതയുടെ ചരിത്രം മാഷ് സംസാരിച്ചു തുടങ്ങുക. അനായാസമായി പാശ്ചാത്യ കവിതയിലെ അനശ്വരങ്ങളായ എത്രയോ വരികൾ ഉച്ചരിച്ചുകൊണ്ട് പാശ്ചാത്യ കവിതയിൽ നിന്ന് എങ്ങനെയാണ് ആഫ്രിക്കൻ പോയട്രി വ്യത്യസ്തമാവുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആഫ്രിക്കയുടെ ഗതകാല പാരമ്പര്യത്തെയും ആഫ്രിക്കൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെയും ആഫ്രിക്കയുടെ വലിയ താള സംസ്കാരത്തെയും ആഫ്രിക്കയുടെ പ്രകൃതി ദർശനത്തെയും കുറിച്ചൊക്കെ സംസാരിച്ച് ആഫ്രിക്കൻ പോയട്രിയുടെ ഏറ്റവും പുതിയ മുഖം വരെ പരിചയപ്പെടുത്തിയ ശേഷം താൻ ഒന്നും നിർവഹിച്ചില്ല എന്ന നിർമ്മമമായ ഭാവത്തോടെ മാഷ് ആ ക്ലാസ് വിട്ടിറങ്ങിയ കാഴ്ചയെക്കുറിച്ച് പ്രകാശൻ പറഞ്ഞു. മാഷ് തിരിച്ച് സ്റ്റാഫ് റൂമിൽ ചെന്നിരുന്നപ്പോൾ, സ്വസ്ഥഭുവനമാം ദൗഷ്യമേ നിൻ തല എത്ര പരത്ത് ഉയർത്തിയാലും ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമേ ചിക്കുന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താൻ എന്ന് വള്ളത്തോട് എഴുതിയിട്ടുണ്ടല്ലോ. അഹന്തയുടെ ഭക്തി താഴ്ത്തിക്കൊണ്ട് അവർ മാഷിന്റെ അടുത്ത് എന്ന് ക്ഷമ ചോദിക്കുകയും ആ ക്ഷമ പോലും കേവലം ഒരു സംസാരത്തിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാതെ മാഷ് ഇരുന്നതും പ്രകാശം പറഞ്ഞ് ഞാൻ ഓർക്കുക. അങ്ങനെ ഇരുവരും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അഴീക്കോട് മാഷ് KP-അപ്പനോട് ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അധ്യാപനത്തിന് താങ്കൾ ജീവിതത്തിൽ കൽപ്പിക്കുന്ന സ്ഥാനം എന്താണ് എന്നതായിരുന്നു ചോദ്യം. രണ്ടുപേരും വലിയ അധ്യാപകരായിരുന്നു. ആ രണ്ടുപേരും തമ്മിലുള്ള സംവാദത്തിന്റെ ഒരു സന്ദർഭത്തിലാണ് ഈ ചോദ്യം അഴീക്കോട് മാഷ് അപ്പൻ സാറിനോട് ചോദിക്കുന്നത്. അപ്പോൾ അപ്പൻ സാറ് നൽകിയ മറുപടി ഒരുപക്ഷെ രാമേന്ദ്രൻ മാഷെ പോലുള്ള വലിയ അധ്യാപകർക്ക് മാത്രം ചേരുന്ന, ഇന്ന് അഴീക്കോട് മാഷിന്റെ ഓർമ്മകൾ പോലും അറിയാതെ എപ്പോഴൊക്കെയോ കടന്നു വരുന്നു. മാഷ് പറഞ്ഞിട്ടുണ്ട്, പണ്ട് അധ്യാപകർക്ക് സരസ്വതി ഉണ്ടായിരുന്നു, അന്ന് ലക്ഷ്മി ഇല്ലായിരുന്നു. ഇന്ന് UGCയുടെ രൂപത്തിൽ ലക്ഷ്മി വന്നപ്പോൾ സരസ്വതി പടിയിറങ്ങിപ്പോയി എന്ന് അഴീക്കോട് മാഷ് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അത് സത്യമാണെന്ന് നമുക്ക് തോന്നുകയാണ്. പക്ഷേ രാമേന്ദ്രൻ മാഷെ കുറിച്ച് ആണോ അപ്പൻ സാറ് പറഞ്ഞത് എന്ന് തോന്നിപ്പിക്കാവുന്ന വിധത്തിൽ KP-അപ്പൻ നൽകിയൊരു മറുപടി, പർവ്വത ശിരസ്സുകൾ ആവശ്യപ്പെടുന്ന കർമ്മമാണ് അധ്യാപനം. പവിത്രമായ പ്രകാശം പ്രയോജനമുള്ള ദിക്കിലേക്ക് പ്രസരിപ്പിക്കുന്നവനാവണം അധ്യാപകൻ എന്ന് മറുപടി നൽകി. അങ്ങനെ ജീവിച്ച ക്ലാസ് മുറിയിൽ നിറഞ്ഞ ഒരു വലിയ അധ്യാപകനെ മലയാള കവിതയുടെ ചരിത്രത്തിൽ സ്വന്തമായ ഒരു വഴി ചെത്തിക്കോരിയ ഒരു വലിയ കവിയെയാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മളിവിടെ സ്മരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല മാഷ് ജീവിച്ചിരുന്ന കാലത്ത് മാഷിന്
മാഷിനെ കുറിച്ച് കേൾക്കാൻ ഇത്രയും പേര് ഇവിടെ ഉണ്ടായി കാണുമോ? യാതൊരു സംശയവുമില്ല, ആൾക്കൂട്ടത്തിന്റെ കവി ആയിരുന്നില്ല രാമേന്ദ്രൻ മാഷ്. തന്നെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ ജീവിത നിയോഗം ഉണ്ടായതും ഹർഷം മാഷിനാണ്. കാരണം ഹർഷം മാഷിന് രാമേന്ദ്രൻ മാഷുമായിട്ടുള്ള ബന്ധം അത് തപസ്യയിലൂടെ കടന്നു വന്ന ഒരു ബന്ധമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാവും. 2001 രാമേന്ദ്രൻ മാഷിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചപ്പോൾ തപസ്യയുടെ ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ആളുകൾ രാമേന്ദ്രൻ മാഷെ പോയി കാണുകയും രാമേന്ദ്രൻ മാഷുമായി സുദീർഘമായൊരു സംഭാഷണം നടത്തുകയും ചെയ്തു. അത് ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുടെ യാന്ത്രികത ഒന്നുമില്ലാതെ രാമേന്ദ്രൻ മാഷെ മനസ്സിലാക്കിയിട്ടുള്ള കുറേയേറെ പ്രവർത്തകർ ഒന്നിച്ച് തളിയിൽ സന്ധ്യ എന്ന രാമേന്ദ്രൻ മാഷിനെ വീട്ടിൽ ചെല്ലുകയും രാമേന്ദ്രൻ മാഷുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ KP ശശിധരൻ മാഷുണ്ട്, ആ കൂട്ടത്തിൽ P ബാലകൃഷ്ണേട്ടനുണ്ട്, ഹർഷം മാഷുണ്ട്, നന്ദൻ മാഷുണ്ട്. അങ്ങനെ നിരവധിയായ വ്യക്തിത്വങ്ങൾ രാമേന്ദ്രൻ മാഷുമായിട്ട് സംസാരിച്ചത് കാലചിതൽ ഏൽക്കാത്ത വിധം സംരക്ഷിച്ച് സൂക്ഷിച്ചു വെച്ച ഒരാളാണ് ഹർഷം മാഷ്. ഹർഷം മാഷിന്റെ ഒരു വലിയ പ്രത്യേകത അതാണെന്ന് ഞാൻ കരുതുക. കാരണം ഏതോ കാലത്ത് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന നിരവധി രേഖകൾ, അത് താൻ ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിക്കുക, അത് താൻ സൂക്ഷിച്ചു വെച്ചത് കൃത്യമായ സന്ദർഭങ്ങളിൽ പ്രകാശിപ്പിക്കുക, അക്കാലത്ത് നടന്ന വലിയ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിൻ്റെ വലിയൊരു ശേഖരം ഇരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ പലരും കേൾക്കാത്ത നിരവധിയായ മികച്ച പ്രഭാഷണങ്ങൾ, തോമസ് മാത്യു സാറിന്റെ പ്രഭാഷണം, അക്കിത്തത്തിന്റെ വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ അടക്കം അതേ കാലത്തെ നല്ല സാഹിത്യ പ്രഭാഷണങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുകയും അതൊക്കെ പിന്നീട് ഒരു ഗ്രന്ഥ നിർമ്മിതിയുടെ സന്ദർഭത്തിൽ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക, ഇങ്ങനെ ഒരു വലിയ വസ്തുതാശേഖരണത്തിന്റെ ഒരു സിദ്ധി ഈ പുസ്തകത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ. രാമേന്ദ്രൻ മാഷ് എഴുതിയത് കവിത അദ്ദേഹത്തിന്റെ ക്ലാസ്സിലിരുന്ന് അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്ന് പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. പരിത്യക്തർ എന്നാണ് കവിതയുടെ പേര്. മുട്ടി വിളിച്ചിതൻ ആത്മാവിൽ എത്രയോ വട്ടം മധുരമായ സംഗീത വീചികൾ. ആ ദിവ്യ പ്രചോദനങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ കവിത. ആ കവിത പഠിപ്പിക്കുമ്പോൾ ഇത് മറ്റാരുടെയോ കവിതയാണ് എന്ന മട്ടിലാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. തൻ്റേതാണെന്നുള്ള ഒരു ആത്മബോധം ഒരിക്കലും പ്രകടിപ്പിച്ചിരുന്നില്ല. ഒരു കവിത ജനിക്കുന്നത്, ഒരു കവിയുടെ മനസ്സിൽ നിന്ന് ഒരു കവിത ജനിക്കുന്നത് എങ്ങനെയാണ് എന്ന് അക്കിത്തത്തിലൂടെ, അക്കിത്തത്തിൻ്റെ അടുക്കളയിൽ നിന്നാണ് കൽപ്പറ്റ മാഷ് അതിൻ്റെ ആ അവതാരിക്ക് പേരിട്ടത്. ഇതങ്ങനെയല്ല. ഇത് ഒരു കവിത ജനിച്ചതിനെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്. തന്നിൽ നടക്കുന്ന അപാരമായൊരു സർഗപ്രക്രിയയെക്കുറിച്ച് ആണ് ആ ലേഖനം. അത് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനിങ്ങനെ വീട്ടിൽ രാത്രിയിൽ ജനാല തുറന്നിട്ടിരിക്കുമ്പോൾ ഈ വയലുകൾക്കപ്പുറത്ത് കുന്നിൻ ചെരുവിൽ ഒരു രൂപം ഇങ്ങനെ വളർന്ന് 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 വരുന്നതായിട്ട് ഞാൻ കാണുകയാണ്. വിശ്വനായകൻ എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. അത് എൻ്റെ മനസ്സിൽ ഉറക്കം തീട്ടിയും ഇടയ്ക്കിടയ്ക്ക് ഈ രൂപം മാറിയും വികസിച്ച് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് എൻ്റെ മനസ്സിൽ കവിതയായിട്ട് പിറക്കുന്നത് എന്നദ്ദേഹം അതിൽ പറയുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുതിയ കവിതകളെക്കാൾ കൂടുതൽ എഴുതാത്ത കവിതകൾ, ഉപേക്ഷിക്കപ്പെട്ട ആ ദിവ്യ പ്രചോദനങ്ങൾ, അതായിരിക്കും രാമേന്ദ്രൻ മാഷിന്റെ ഏറ്റവും മികച്ച കവിതകൾ. ദുഃഖമാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ അന്തർധാരം മുഴുവൻ. അഗാധമായ ദുഃഖം. നമ്മളിപ്പോൾ ഒരു വലിയ ദുഃഖത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്.
ദുഃഖത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വഴി നടന്നു പോകുമ്പോൾ അമ്മേ എന്നൊരു വിളി കേട്ടാൽ മതി. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അമ്മേ എന്നൊരു വിളി കേട്ടാൽ മതി. ഒരു ആട്ടിൻ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ മതി. ഞാൻ ആകെ തരളിതനായി പോകും. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ മനസ്സ് തളർന്നു പോകും എന്നാണ്. അത്രയ്ക്ക് ലോല ഹൃദയമുണ്ട്. ദുഃഖത്തെ താങ്ങാനാവാത്ത, ദുഃഖത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന, ദുഃഖത്തെ ഉപാസിക്കുകയല്ല, ദുഃഖത്തെ അറിയാൻ ശ്രമിക്കുന്ന കവിയായിരുന്നു ആറാമേന്ദ്രൻ. ഞങ്ങൾ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ദുഃഖം പാശ്ചാത്യമായ അസ്തിത്വ ദുഃഖമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരിക്കലും അത് വെസ്റ്റേണല്ല. കാരണം ദുഃഖത്തെ കണ്ട് അങ്ങോട്ട് ഓടിപ്പോവാനാണ് ബുദ്ധൻ. ആ ബുദ്ധൻ്റേതാണ് എൻ്റെ ദുഃഖം. അതൊരിക്കലും ചങ്ങമ്പുഴയുടെ വിഷാദ ലോകമല്ല, പാശ്ചാത്യമായ അസ്തിത്വ ദുഃഖമല്ല. അതിനെ നിങ്ങൾക്ക് എന്തർത്ഥത്തിൽ കാണാൻ കഴിയുന്നതോ അങ്ങനെ നിങ്ങൾ കാണും. പക്ഷേ ദുഃഖം ഞാൻ അറിയുകയാണ്. ആ ദുഃഖമാണ് എൻ്റെ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത്. വളരെ കുറച്ച് വാക്കുകൾ, ബിംബങ്ങൾ, ഇമേജിനറികൾ മാത്രമേ അദ്ദേഹം ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ അത് നിരന്തരമായിട്ട് എല്ലാ കവിതയിലും പല ഭാവത്തിൽ കടന്നു വരാറുണ്ട്.